പശ്ചിമേഷ്യയിൽ സൈനിക സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും രൂക്ഷമായി നിലനിൽക്കുന്നതിനിടെ സൗദിയും പാകിസ്ഥാനും തുർക്കിയും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റുന്നതാണ് പുതിയ സഖ്യം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിലാണ് കരാർ ഒപ്പുവെച്ചത്. തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്ബ് ഉർദുഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് എന്നിവർ ഈ കരാറിൽ ഒപ്പിട്ടു. മേഖലയിൽ സുസ്ഥിരതയും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് കരാർ പറയുന്നു. ഏകദേശം ഒരു വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലെത്തിയത്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഉഭയകക്ഷി സൈനിക ബന്ധത്തിന്റെ തുടർച്ചയാണ് പുതിയ സഖ്യം. ദശകങ്ങളായി സൗദി സൈന്യത്തിന് പരിശീലനവും സാങ്കേതിക സഹായവുമൊക്കെ നൽകുന്നത് പാകിസ്ഥാനാണ്. അതേസമയം തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധക്കപ്പലുകളും പരിശീലന വിമാനങ്ങളും കൈമാറുന്ന സൈനിക സഹകരണമുണ്ട്. 2023 തുർക്കിയിൽ നിന്ന് വൻതോതിൽ ഡ്രോണുകൾ വാങ്ങാൻ സൗദിയും കരാറിലെത്തിയിരുന്നു. മേഖലയിൽ ഇറാൻ അനുകൂല കക്ഷികളുടെ സൗദിക്കെതിരായുള്ള നീക്കങ്ങൾ, ഇസ്രായേൽ ഈ മേഖലയിൽ നടത്തുന്ന തുടർ നീക്കങ്ങൾ എന്നീ കാര്യത്തിലും സഖ്യത്തിന്റെ രൂപീകരണം ഏറെ നിർണായകമാണ്. മക്കയിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്ബ് ഉർദുഗാൻ എന്നിവരാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രബന്ധവും ഇസ്ലാമിക ഐക്യവും പൊതു സുരക്ഷാ താൽപര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിച്ചത് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിന് വലിയ നയതന്ത്ര പ്രാധാന്യമാണുള്ളത്. അത്യാധുനിക സൈനിക ശേഷിയുള്ള തുർക്കിയും ആണവ ശക്തിയായ പാകിസ്ഥാനും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ സൗദി അറേബ്യയും ഒരുമിച്ച് ഒരു പ്രതിരോധ വലയം തീർക്കുന്നത് മേഖലയിലെ വൻ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളും അംഗീകരിച്ച കരാർ പ്രകാരം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ വ്യവസായ ഉൽപാദനം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ എന്നിവയോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനായുള്ള വ്യക്തമായ വ്യവസ്ഥകളുമുണ്ട്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള സൗദിയുടെ ഈ പുതിയ സഖ്യരൂപീകരണത്തിൽ ഇന്ത്യക്കും ആശങ്കയ്ക്ക് വകയുണ്ട്. നേരത്തെ തന്നെ നാറ്റോ മോഡൽ പ്രതിരോധ കരാർ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ടിരുന്നു. ഈ സഖ്യത്തിലേക്കാണ് യൂറേഷ്യൻ മേഖലയിൽ ഇന്ത്യയെ എതിർക്കുന്ന രാജ്യമായ തുർക്കി കൂടി ഇപ്പോൾ കടന്നു വരുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സൈനികമായി സഹായിച്ച രാജ്യമാണ് തുർക്കി എന്നത് ഈ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. സഖ്യത്തിലൂടെ പാകിസ്ഥാന് സാങ്കേതിക സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭ്യമാകും. ഇതും ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ആയുധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ കരാർ ഇന്ത്യയെ നിർബന്ധിതരാക്കും. പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടുന്ന ഈ കരാറിന് മറുപടിയായി ഇന്ത്യക്ക് ഗ്രീസ്, അർമേനിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൈനിക നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ.